ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമായിരുന്നു ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇന്നലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഹെൽത്തിനെ പറ്റിയിട്ടും അതുപോലെ കോമൺ ഡിസീസിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിലെ കോമൺ ഡിസീസിൽ അത് പരത്തുന്ന പാരാസൈറ്റ്സ്, വെക്ടേഴ്സ്, പാത്തജൻസിനെയൊക്കെയും പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണൈസേഷൻ എന്താണ്, വാക്സിനേഷൻ എന്താണ്, എത്ര ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആന്റിബോഡീസ് എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, ലിംഫറ്റിക് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ലിംഫറ്റിക് സിസ്റ്റം ബോഡിക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എയ്ഡ്സിനെ പറ്റിയിട്ടും ക്യാൻസറിനെ പറ്റിയിട്ടൊക്കെയാണ്. അത് ഈ എയ്ഡ്സ്, ക്യാൻസർ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസിനെ പറ്റിയിട്ടായിരുന്നു. അതായത് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഡിസീസിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും സ്പ്രെഡ് ആകാൻ സാധ്യതയില്ലാത്ത ഡിസീസിനെ പറ്റിയിട്ടാണ്. അതായത് എയ്ഡ്സ് ഒന്നും അത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല, ബട്ട് അത് സ്പ്രെഡബിൾ ആണ്. പക്ഷെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്ത് പോരാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ ഒരിക്കലും സ്പ്രെഡ് ആകാത്ത ഒരു ഡിസീസ് ആണ്. ഓക്കെ, ക്യാൻസർ ഒരിക്കലും സ്പ്രെഡ് ആകില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരുപാട് മെഷേഴ്സ് എടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഡിസീസിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് എയ്ഡ്സ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ എയ്ഡ്സ് എന്നുള്ള വേർഡിന് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എഴുതുക, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അതിന് ഫുൾ ഫോം ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു അബ്രീവിയേറ്റഡ് ഫോം ഓർത്ത് വെക്കുക. എയ്ഡ്സ് എന്നുള്ളത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഈ സിൻഡ്രോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിംറ്റംസ് കാണിക്കും, ഇല്ലേ? അപ്പം ഈ ഒരുപാട് സിംറ്റംസ് ഒരുമിച്ച് വരുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസീസ് തന്നെ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നതിനെയാണ് നമ്മൾ സിൻഡ്രോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ എയ്ഡ്സിന് സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരുപാട് സിംറ്റംസ് ഇത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഡിസീസ്. ഓക്കെ, ഇനി ദിസ് മീൻസ് ഡെഫിഷ്യൻസി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം acquired during the lifetime of an individual, indicating that it is not a congenital disease. അതായത് ഈ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന ഒരു ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്. നമ്മൾ ബോൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജനിതകമായിട്ട് നമുക്ക് കിട്ടുന്ന ഡിസീസ് അല്ല, കൺജനിറ്റൽ ഡിസീസ് അല്ല. ഇത് നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിസീസ് ആയിട്ടാണ് എയ്ഡ്സിനെ പറയുന്നത്. ഓക്കെ, ചില സമയത്ത് മദർ ടു ഫീറ്റസും ഇത് പടർന്ന് അല്ലെങ്കിൽ പകരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസസും ഇത് കൺജനീറ്റൽ ഡിസീസ് ആയിട്ട് കരുതുന്നില്ല. ഇനി സിൻഡ്രോം എന്ന് പറയാൻ കാരണം ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഇത് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എയ്ഡ്സ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ 1981 ആൻഡ് ഇൻ ദ ലാസ്റ്റ് 25 years or so it has spread all over the world, killing more than 25 million persons. അതായത് ഏറ്റവും ഫസ്റ്റ് 1981 ഈ ഒരു എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ലാസ്റ്റ് ഒരു 25 ഇയേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരു 25 മില്യൺ പേഴ്സൺസും ഇതുപോലെ എയ്ഡ്സ് വന്നിട്ട് ഡെഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഫസ്റ്റ് ഈ ഒരു എയ്ഡ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നു. അത് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഈ മങ്കീസില് ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ മങ്കീസ് എയ്ഡ്സിലൊക്കെ ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് പ്രൈമറ്റ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആരിലോട്ട് പകർന്നു, ഹ്യൂമൻസിലോട്ട് പകർന്നു. അങ്ങനെയാണ് അത് എയ്ഡ്സ് ആയിട്ട് മാറാനായിട്ട് ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണ് ഈ എയ്ഡ്സ് ഹ്യൂമൻസിന് വന്നതെന്നാണ് ഒരു ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ ദ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ദാറ്റ് ഈസ് കോൾഡ് HIV. ഇനി ഈ HIV എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, സിമിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമറ്റ്സിലാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു വൈറസ് ഉണ്ടായിരുന്നത്. അത് എന്നിട്ട് ഹ്യൂമൻസ് ആയിട്ട് ഇടപഴകിയ സമയത്ത് അത് ഹ്യൂമൻസിന് കിട്ടുകയാണ്. അങ്ങനെയാണ് ഈ HIV ആയിട്ട് അത് മാറുന്നത്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആയിട്ട് മാറുന്നത്. എന്നിട്ടാണ് ഈ ഒരു, അപ്പൊ ഈ HIV ഉണ്ടായിട്ട് ഒരുപാട് നാളായെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യുന്നത്, എയ്ഡ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് 1981 ഓക്കെ.
എ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വൈറസ് കോൾഡ് റിട്രോവൈറസ്. റിട്രോവൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരു വൈറസ് തന്നെയാണ് HIV, which have an envelope closing the RNA genome. Transmission of HIV infection generally occurs by sexual contact with infected person, by transfusion of contaminated blood and blood products, by sharing infected needles as in the case of intravenous drug abusers, from infected mother to her child through placenta. അപ്പം ഇതിൽ പറയുന്നത് ഈ ഒരു റിട്രോ വൈറസ് അല്ലെങ്കിൽ ഈ HIV ഒരു പ്രത്യേകത ആദ്യം പറയുന്നുണ്ട്. അതിനൊരു RNA ജീനോം ഉണ്ടായിരിക്കും. ഒരു എൻവലപ്പിന്റെ ഉള്ളിൽ RNA ജീനോം ഉണ്ടായിരിക്കും. RNA ആണ് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത്രയാണ് റിട്രോ വൈറസിനെ പറ്റിയിട്ട് ഇവിടെ ഒരു പെക്യുലിയാരിറ്റി ആയിട്ട് പറയുന്നുള്ളൂ. പിന്നീട് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഈ HIV ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നാണ്. ഏറ്റവും ഫസ്റ്റ് പറയുന്നത് തന്നെ സെക്ഷൽ കോണ്ടാക്ട് വഴി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ് ഇത് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ്, ഇപ്പം ഓൾറെഡി എയ്ഡ്സ് ഉള്ള ആളുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് അത് കൊടുക്കുന്ന ആൾക്ക്, റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു എയ്ഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസേഴ്സിൽ ഈ എയ്ഡ്സ് ഉള്ള ആളുടെ ആൾ യൂസ് ചെയ്ത നീഡിൽസ് യൂസ് ചെയ്യുന്നത് വഴി അങ്ങനെ എയ്ഡ്സ് പകരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രം മദർ ടു ഫീറ്റസ് ആ ഒരു പ്ലാസന്റ വഴി പകരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ പീപ്പിൾ ഹു ആർ ഇൻ ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ദിസ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് മൾട്ടിപ്പിൾ sexual partners, drug addicts who take drugs intravenously, individuals who require repeated blood transfusions, and children born to an HIV infected mother. അതായത് ഈ ഒരു എയ്ഡ്സ് വരാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഡ്രഗ് അഡിക്റ്റേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു നീഡിൽസ് വെച്ച് ഡ്രഗ്സ് ഇൻജെക്ട് ചെയ്യുന്നവരില്, അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടത്തുന്നവരില്, അതുപോലെ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിന് ബോൺ ചെയ്യുന്ന ചിൽഡ്രൻ, അവർക്കൊക്കെയാണ് ഇതുപോലെ എയ്ഡ്സ് വരാനുള്ള സാധ്യത ഉള്ളത്. ഓക്കെ, then it is important to note that HIV or AIDS is not spread by mere touch or physical contact. ഇപ്പോൾ സെക്ഷൽ കോണ്ടാക്ട് അല്ലാതെ ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ടച്ച് വഴിയൊന്നും ഒരിക്കലും ഈ എയ്ഡ്സ് അല്ലെങ്കിൽ HIV പകരില്ല. ഓക്കെ, ഇറ്റ് സ്പ്രെഡ്സ് ഓൺലി ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. ഇറ്റ് ഈസ് ഹെൻസ് imperative for the physical and psychological well-being that the HIV and or AIDS infected persons are not isolated from family and society. അപ്പം ഇതെന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സിൽ മാത്രം പകരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എയ്ഡ്സ് വന്ന ആൾക്കാരെ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അവരുടെ വെൽബീയിങ് നമ്മൾ നോക്കണം. അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. There is always a time lag between the infection and appearance of AIDS symptoms. ഇനി ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എയ്ഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കഴിയുമ്പോഴാണ് നമുക്കത് ഉണ്ട് എന്നുള്ളത്, അതിന്റെ സിംറ്റംസ് അവിടെ വരുള്ളൂ. അതിനും ഇപ്പം എയ്ഡ്സ് അല്ലെങ്കിൽ HIV ഇൻഫെക്റ്റഡ് ആയ വായന ഒരിക്കലും സിംറ്റംസ് കാണിക്കില്ല. ഒരുപാട് നാളുകൾ കഴിയുമ്പോഴാണ് അതിന്റെ സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുള്ളൂ. അത് ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എയ്ഡ്സിന്റെ കേസിൽ. This period may vary from a month to many years, usually 5 to 10 years. അതായത് ഇപ്പം ഒരു മാസോ കുറച്ച് മാസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിന്നെ ഒരു 5 to 10 years കഴിയുമ്പോഴാവും നമുക്ക് എയ്ഡ്സിന്റെ സിംറ്റംസ് വരിക. എയ്ഡ്സ് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 5 to 10 years കഴിയുമ്പോഴാവും ചിലപ്പോൾ എയ്ഡ്സിന്റെ സിംറ്റംസ് വരുന്നത്. അപ്പൊ അത്രയും ടൈം ലാഗ് ഉണ്ട് ഈ ഒരു ഡിസീസിന്റെ സിംറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് റിട്രോ വൈറസ് എങ്ങനെ റെപ്ലിക്കേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ HIV എന്ന് പറയുന്നത് ഒരു റിട്രോ വൈറസ് ആണ്. എങ്ങനെയാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും ഫസ്റ്റ്, ഈ റിട്രോ വൈറസ് എന്ന് പറയുന്നതിന് ഒരു വൈറൽ RNA കോർ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു RNA ജീനോം ഒരു എൻവലപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ RNA കോർ ഉണ്ട്, അതിന് പുറമെ വൈറൽ പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഈ വൈറസ് ആദ്യം നോർമൽ സെല്ലിലോട്ട് എന്ത് ചെയ്യും, ഇൻഫെക്ട് ചെയ്യും. ഈ ഗ്രീനിൽ കാണുന്നതാണ് നോർമൽ സെല്ല്. നോർമൽ ആനിമൽ സെല്ലിലോട്ട് എന്ത് വരികയാണ്, ഈ റിട്രോ വൈറസ് വരികയാണ്. ആ വരുന്ന സമയത്ത്
viral RNA is introduced into cell. വന്നു viral RNA is produced by reverse transcriptors. അപ്പൊ ഈ viral DNA എന്ത് ചെയ്തു? reverse transcriptors വഴി viral DNA produce ചെയ്തു. viral DNA incorporate into host genome. അപ്പൊ ഓൾറെഡി ഈ സെല്ലിലുള്ള DNA ആയിട്ട് അല്ലെങ്കിൽ ജീനോം ആയിട്ട് ഈ ഒരു viral DNA ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഓൾറെഡി ഉള്ള ഒരു DNA ആയിട്ട്. ഇനി DNA എവിടെയാണ് കാണാൻ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. ദെൻ ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽ. അപ്പൊ അവിടെ ഒരു പുതിയൊരു RNA ഉണ്ടാകാണ്, വൈറൽ RNA ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫെക്റ്റഡ് സെല്ലിന്റെ ഉള്ളിൽ നിന്നും ഒരു ന്യൂ വൈറൽ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ന്യൂ വൈറസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെല്ലിന്റെ ഉള്ളിലാണ്, ആനിമൽ സെല്ലിന്റെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ന്യൂ വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ന്യൂ വൈറസ് ഈ ഒരു സെല്ലിൽ നിന്നും പുറത്തോട്ട് വരുന്നു. ന്യൂ വൈറസ് ക്യാൻ ഇൻഫെക്ട് അതർ സെൽസ്. അപ്പൊ ഇതിൽ നിന്നും ഈ പഴയ സെല്ലിൽ നിന്ന്, അതായത് ഈ ഒരു വൈറസ് പുതിയതായിട്ട് ഫോം ചെയ്ത ആ ഒരു സെല്ലിൽ നിന്നും അത് പുറത്തു വന്ന് ബാക്കിയുള്ള സെല്ലിനെയും ഇതെന്ത് ചെയ്യുന്നു? ഇൻഫെക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് റിട്രോ വൈറസിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത്. റെപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വൈറസ് തന്നെ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ എണ്ണ ആയിട്ട് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് റിട്രോ വൈറസ് ഈ സെല്ലിലോട്ട് വന്നു, അതിന്റെ DNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് വഴി വൈറൽ DNA ഉണ്ടായി. അത് നോർമൽ സെല്ലിലെ ആ ഒരു DNA ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് വൈറൽ RNA ഉണ്ടായി. പിന്നീട് ന്യൂ വൈറസസ് ഉണ്ടായി. ആ വൈറസ് പിന്നീട് വേറെ സെല്ലുകളെ എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് റിട്രോ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വൈറസിന്റെ റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇതിന്റെ ഇടയിലുള്ള പ്രോസസ്സുകളൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കും. നെക്സ്റ്റ്, ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻ ടു ദ ബോഡി ഓഫ് എ പേഴ്സൺ, അതായത് ഈ റിട്രോ വൈറസസ്, അതായത് ഈ HIV എന്നുള്ള ആ ഒരു റിട്രോ വൈറസ് നമ്മൾ പറഞ്ഞു ഒരു നോർമൽ സെല്ലിലോട്ട് കയറിയിട്ടാണ് അതിന്റെ റെപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ ബോഡിയിലോട്ട് ഈ ഒരു വൈറസ് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ വൈറസ് മാക്രോഫേജിന്റെ ഉള്ളിലോട്ട് എൻ്റർ ആകുന്നുണ്ട്. മാക്രോഫേജസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സെൽസ് തന്നെയാണ്. അപ്പൊ ഈ സെൽസ് ചെയ്യുന്നത്, മാക്രോഫേജസ് ഒക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വല്ല ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മാക്രോഫേജസ് അതിനൊക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സെൽസ് കൂടിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലോട്ടാണ് ഈ വൈറസ് അപ്പം ഇതുപോലെ മാക്രോഫേജസിന്റെ ഉള്ളിലോട്ട് വൈറസ് എൻ്റർ ആകുന്നു. The RNA genome of the virus replicate to form viral DNA. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് മുമ്പത്തെ ആ ഒരു ബോക്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് റിട്രോ വൈറസ് ഈ നോർമൽ സെല്ലിന്റെ ഉള്ളിലോട്ട് വരുന്നത്, പിന്നീട് എങ്ങനെയാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, അപ്പം റെപ്ലിക്കേറ്റ് ചെയ്യുന്നു ടു ഫോം വൈറൽ DNA. വൈറൽ DNA ഫോം ചെയ്തു. അപ്പം അവിടെ ഈ വൈറൽ DNA ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദിസ് വൈറൽ DNA ഗെറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻടു ഹോസ്റ്റ് സെൽസ് DNA. അപ്പം എന്നിട്ട് ഈ വൈറൽ DNA ഹോസ്റ്റ് സെല്ലിന്റെ DNA ആയിട്ട് ഇൻകോർപ്പറേറ്റഡ് ആകുന്നു. എന്നിട്ട് അവിടെ ഡയറക്ട്സ് ദ ഇൻഫെക്റ്റഡ് സെൽസ് ടു പ്രൊഡ്യൂസ് വൈറസ് പാർട്ടിക്കിൾസ്. പിന്നീട് ന്യൂ വൈറസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ദ മാക്രോഫേജസ് continue to produce virus and in this way acts like a HIV factory. അപ്പം പുതിയ പുതിയ വൈറസ് പിന്നീട് അവിടെ ഉണ്ടാവാണ്, അത് റെപ്ലിക്കേഷൻ നടക്കുകയാണ്. അപ്പൊ ഈ മാക്രോഫേജസിന് ഇങ്ങനെ വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയുന്നത് HIV ഫാക്ടറി എന്നാണ്. അതായത് HIV പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂ വൈറസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നായിട്ടാണ് ഇവിടെ എന്ത് ആക്ട് ചെയ്യുന്നത്? മാക്രോഫേജസ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാക്രോഫേജസിനെ നമ്മൾ പറയുന്നതാണ് HIV ഫാക്ടറി എന്ന്. ഓക്കെ, then simultaneously HIV enters into helper T lymphocyte. TH എന്ന് പറയുന്നത് helper T lymphocytes അല്ലെങ്കിൽ helper T സെൽസിനെയാണ്. അപ്പൊ ഈ HIV പിന്നീട് ഇങ്ങോട്ട് എൻ്റർ ആകുന്നു, THലോട്ട് എൻ്റർ ആകുന്നു, റെപ്ലിക്കേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് പ്രോജനി വൈറസസ്. എന്നിട്ട് അവിടെ വീണ്ടും അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് പുതിയ പുതിയ വൈറസ് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. The progeny viruses released in the blood
അറ്റാക്ക് അതർ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ്. അതായത് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ടി ലിംഫോസൈറ്റ്സ് ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള ന്യൂ വൈറസസ് പിന്നീട് ഈ ഒരു ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് റിപ്പീറ്റഡ് ലീഡിങ് ടു എ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ് ഇൻ ദ ബോഡി ഓഫ് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അതായത് ഓൾറെഡി HIV വന്നിട്ടുള്ള ഒരു പേഴ്സന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ റെപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നോർമൽ സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മാക്രോഫേജസിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് TH സെല്ലിലാണ് റെപ്ലിക്കേഷൻ നടത്തുന്നത്. പിന്നീട് അതർ TH സെൽസിലും ഇതുപോലെ റെപ്ലിക്കേഷൻ നടത്തുന്നു. അപ്പം ഈ സെല്ലുകളൊക്കെ ഡാമേജ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബോഡിയിൽ TH സെൽസ് ഇല്ലാതെയാകും. ഓക്കെ, അതായത് വർക്ക് ചെയ്യുന്ന TH സെൽസ് ഇല്ലാതെയാകും. ദിസ് ഈസ് അപ്പം നമ്പർ ഇല്ലാതെയാകും. ആ ഒരു സമയത്ത് ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ പേഴ്സൺ സഫേഴ്സ് ഫ്രം ബോഡ്സ് ഓഫ് ഫീവർ, ഡയറിയ ആൻഡ് വെയിറ്റ് ലോസ്. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു പേഷ്യന്റിന് അനുഭവപ്പെടുന്നതാണ് ഫീവർ, ഡയറിയ, വെയിറ്റ് ലോസ് ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് പിന്നീട് കാണുന്ന സിംറ്റംസ്. അപ്പൊ ഇങ്ങനെ റിപ്ലിക്കേഷൻ ഒക്കെ നടന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് ആണത്. ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ്, the person starts suffering from infections that could have been otherwise overcome, such as those due to bacteria, especially mycobacterium, virus, fungi, and even parasites like toxoplasma. അതായത് ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ഹെൽപ്പർ ടി ലിംഫോസൈറ്റിന്റെ നമ്പർ കുറയുന്നതോടുകൂടി ഈ ഒരു പേഴ്സണ് ഒരുപാട് മറ്റുള്ള മൈക്രോബ്സ് വന്ന് ഇൻഫെക്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ് മൈക്രോബ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു. അപ്പൊ ഈ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ഹെൽപ്പർ ടി സെൽസ് അവിടെ കുറയുന്ന സമയത്ത് ഇങ്ങനെ റെപ്ലിക്കേഷൻ ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ നമ്പർ കുറയും. അപ്പൊ കുറയുന്ന സമയത്ത് ബാക്കിയുള്ള മൈക്രോബ്സ് ലൈക്ക് മൈക്കോബാക്ടീരിയം, വൈറസ്, ഫംഗി, പിന്നെ അതുപോലെ ബാക്കിയുള്ള പാരാസൈറ്റ്സ് ആയിട്ടുള്ള ടോക്സോപ്ലാസ്മയൊക്കെ ഈ ഒരു പേഷ്യന്റിനെ വന്ന് ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ അതിന്റെ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് ഈ നമ്മുടെ ബോഡിക്ക് ഈ ഒരു മൈക്രോബ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല HIV ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ. സോ ദ പേഷ്യന്റ് ബിക്കം സോ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് that he or she is unable to protect himself or herself against these infections. അപ്പം ആ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റി കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇതുപോലെയുള്ള മൈക്രോബ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എയ്ഡ്സ് എന്നുള്ളത്. ഓക്കെ, ഈ എയ്ഡ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ, എലീസ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷനും പഠിച്ചു വെക്കുക. എലീസ എന്നുള്ളത് എയ്ഡ്സിന് ഉണ്ടോ എന്നുള്ള ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ എയ്ഡ്സിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഈ എലീസ എന്നുള്ളത് ചൂസ് ചെയ്യുക, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് എയ്ഡ്സ് വിത്ത് ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ് ഈസ് ഓൺലി പാർഷ്യലി ഇഫക്റ്റീവ്. ഇപ്പൊ ഈ എയ്ഡ്സിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എയ്ഡ്സിന് ഒരിക്കലും കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, പക്ഷെ ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് എയ്ഡ്സ് വന്ന പേഷ്യൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ്സ് ആണ് ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ്. ഇപ്പൊ നമുക്കറിയാം റിട്രോവൈറസ് ആണ് ഈ ഒരു എയ്ഡ്സ് കോസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേര് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ് ആണ് എയ്ഡ്സ് വന്നിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. They can only prolong the life of person but cannot prevent death which is inevitable. അതായത് ഈ ഒരു പേഷ്യന്റിന്റെ അത്രയും സിവിയർ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഒരു വിധമൊക്കെ മാറ്റി നിർത്താൻ പറ്റിയ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, ബട്ട് ഈ ഒരു എയ്ഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഡെത്ത് ഉണ്ടാവാന്നുള്ളത് അത് ഇനവൈറ്റബിൾ ആണ്. അതായത് ഇപ്പം ഡെഡ് ആകുന്നുള്ളത് ഉറപ്പാണ്. അതിന് കംപ്ലീറ്റ് ക്യൂർ ആകാനുള്ള ഒരു ട്രീറ്റ്മെന്റും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ദെൻ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്. അപ്പം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് എയ്ഡ്സിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആസ് എയ്ഡ്സ് ഹാസ് നോ ക്യൂർ, പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. മോറോവർ HIV ഇൻഫെക്ഷൻ ആർ മോർ ഓഫൻ spreads due to conscious behavior patterns and is not something that happens inadvertently. അതായത്
ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എയ്ഡ്സ് നമ്മൾ കോൺഷ്യസ് ആവുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇതുപോലെ നമ്മുടെ ഹെൽത്ത് ഹൈജീൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രിവെൻഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഡിസീസ് ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ന്യൂമോണിയ ഓർ ടൈഫോയിഡ്, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രിവെൻഷൻ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഈ ടച്ച് വഴി തന്നെ എന്ത് ചെയ്യുന്നതാണ്, സ്പ്രെഡ് ആകുന്നതാണ്. അപ്പൊ അതുപോലെയല്ല എയ്ഡ്സ് നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇൻഫെക്ഷൻ ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പേഷ്യൻസ് ന്യൂബോൺ എക്സിട്ര മേ ടേക്സ് പ്ലേസ് ഡ്യൂ ടു പുവർ മോണിറ്ററിങ്. അതായത് ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ആ ഒരു സമയത്ത് നടക്കുന്ന എയ്ഡ്സിന്റെ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഇപ്പം ന്യൂ ബോൺസിൽ വരുന്ന എയ്ഡ്സ്, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പുവർ മോണിറ്ററിങ് വഴിയാണ് ഇങ്ങനെയുള്ള എയ്ഡ്സ് ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നത്. ബട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റുന്നുണ്ട്. The only excuse may be ignorance, and it has been rightly said, don't die of ignorance. അതായത് ഇപ്പൊ നമ്മള് ഈ ഒരു സമയത്ത് എയ്ഡ്സ് വന്ന ആൾക്കാരെ മാറ്റി നിർത്തുക, അവരെ ഇഗ്നോർ ചെയ്യാന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രിവെൻഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അല്ലാതെ ഒരിക്കലും നമ്മൾ അവരെ സൊസൈറ്റിന്നോ ഫാമിലിന്നോ മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. In our country, the National AIDS Control Organization, that is NACO, and other non-governmental organizations, NGOs, are doing a lot to educate people about AIDS. അപ്പൊ എയ്ഡ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എയ്ഡ്സിന് വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് December 1. ആ സമയത്ത് ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവയർനെസ് സെമിനാർസ് ഒക്കെയും കൊടുക്കുന്നുണ്ട് പബ്ലിക്കിന്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ നാക്കോയും NGOയും പബ്ലിക്കിന് ഈ ഒരു എയ്ഡ്സിനെ പറ്റി, അതിന്റെ പ്രിവെൻഷനെ പറ്റിയിട്ടൊക്കെ അവെയർ ആക്കുന്നുണ്ട്. ഓക്കെ, WHO, World Health Organization, has started a number of programs to prevent the spreading of HIV infection. അപ്പൊ WHO ഇതുപോലെ HIV ഇൻഫെക്ഷൻ സ്പ്രെഡിങ് തടയാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേക്കിംഗ് ബ്ലഡ് സേഫ് ഫ്രം HIV, ensuring the use of only disposable needles and syringes in public and private hospitals and clinic, free distribution of condoms, controlling drug abuse, advocating safe sex, and promoting regular checkups for HIV in susceptible populations are some such steps taken up. അതായത് ഇപ്പൊ ബ്ലഡ് HIV ഇൻഫെക്ഷനിൽ നിന്നും എന്ത് ചെയ്യുക, സേഫ് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഡിസ്പോസബിൾ നീഡിൽ സിറിഞ്ചസ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കോണ്ടംസ് യൂസ് ചെയ്യുക. സെക്ഷൽ കോണ്ടാക്ട് നടക്കുന്ന സമയത്ത് ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ സേഫ് സെക്സ് ഇപ്പം കോണ്ടംസ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സസെപ്റ്റബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിൽ സക്സസീവ് HIV ടെസ്റ്റ് നടത്തുന്നത് കുറച്ചും കൂടി എന്താണ് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എയ്ഡ്സിനെ നമുക്ക് ഒരുവിധം വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Then infection with HIV or having AIDS is something that should not be hidden, since then the infection may spread to many more people. HIV AIDS infected people need help and sympathy instead of being shunned by society. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും HIV വന്നിട്ടുള്ള അല്ലെങ്കിൽ എയ്ഡ്സ് വന്നിട്ടുള്ള ഒരാളെ നമ്മൾ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. Unless society recognizes it as a problem to be dealt with in a connective manner, the chances of wider spread of the disease increase manifold. It is a malady that can only be tackled by society and medical fraternity acting together to prevent the spread of these diseases. അതായത് ഇപ്പം ഈ മെലഡി എന്ന് ഉദ്ദേശിക്കുന്നത് എയിൽമെന്റ് അല്ലെങ്കിൽ ഡിസീസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഡിസീസിനെ മെഡിക്കൽ ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ഡിസീസിന്റെ സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു വിധം വരെ ഈ ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് പറയുന്നത്. നമുക്കറിയാം വേൾഡിൽ തന്നെ ഒരുപാട് മരണങ്ങൾ ഈ ഒരു എയ്ഡ്സ് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പ്രിവെൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എയ്ഡ്സ് വന്നിട്ടുള്ള മരണങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകൾ വരുമ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എയ്ഡ്സിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. റിട്രോ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് ഗ്രൂപ്പിൽ പെടുന്ന HIV ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV യുടെ ഫുൾ ഫോം. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്?
ഓട്ടോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അബ്രീവിയേറ്റഡ് ഫോംസിന്റെ ഫുൾ ഫോംസ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അടുത്ത ഡിസീസിനെ പറ്റി പഠിക്കാനാണ്, ദാറ്റ് ഈസ് ക്യാൻസർ. അപ്പൊ നമ്മൾ എയ്ഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഡിസീസ് ആണ്. ബട്ട് ഇപ്പൊ കോമൺ ഡിസീസിനെ പറ്റി പറയുന്ന സമയത്ത് എയ്ഡ്സ് അത്ര തന്നെ സ്പ്രെഡ് ചെയ്യുന്നില്ല. നമുക്ക് പ്രിവെൻഷൻ മെത്തേഡ്സ് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് ആയിട്ട് തന്നെയാണ് എയ്ഡ്സിനെ പറയുന്നത്. ബട്ട് ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസ് അല്ല. ക്യാൻസർ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെടുന്ന ഒന്നാണ്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നായിട്ടാണ് ക്യാൻസറിനെ പറയുന്നത്. Cancer is one of the most treated disease of human beings and is a major cause of death all over the globe. Okay, അതായത് ഇപ്പം ഹ്യൂമൻസിന്റെ കേസ് പറയുമ്പോൾ ഒരുപാട് ഡ്രീഡഡ് ആയിട്ടുള്ള ഡിസീസ് ആണ് ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഡെത്ത്, എയ്ഡ്സിനേക്കാൾ കൂടുതൽ ഡെത്ത് നടക്കുന്നത് ഈ ക്യാൻസർ വന്നിട്ടാണ്. മോർ ദാൻ 1 million Indians suffer from this cancer. അപ്പം മില്യൺസ് ഓഫ് പീപ്പിള് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്യാൻസർ വന്ന് സഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ലാർജർ നമ്പർ ഓഫ് ദം ഡൈ ഫ്രം ഇറ്റ് ആനുവലി. ഓക്കെ, the mechanisms that underlie development of cancer, oncogenic transformation of cells, its treatment and control have been some of the most intense areas of research in biology and medicine. അപ്പൊ മെഡിസിനിലും ബയോളജിയിലും ഇപ്പൊ എത്തി നിൽക്കുന്ന റീസെന്റ് സ്റ്റഡീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന ഒന്നാണ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഓൺകോജനിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെല്ലിനെ പറ്റിയിട്ടും അതിനൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബയോളജിയിലായാലും മെഡിസിനിലായാലും രണ്ടിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീസെന്റ് സ്റ്റഡീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. In our body, cell growth and differentiation is highly controlled and regulated. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെൽസ് ഉണ്ട്. സെൽസ് ഉണ്ടാകുന്നുണ്ട്, ഒരു സെല്ലിൽ നിന്ന് വേറെ പുതിയ സെൽസ് ഉണ്ടാകുന്നുണ്ട്, ഡോക്ടർ സെൽസ്. ബട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറയുന്നത് കൺട്രോൾഡ് ആണ്. ഒരിക്കലും കൺട്രോൾഡ് അല്ലാതെ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ അതൊന്നും നടക്കുന്നില്ല. ഇൻ ക്യാൻസർ സെൽസ് there is breakdown of these regulatory mechanism. അപ്പം ഇതിനെയാണ് റെഗുലേറ്ററി മെക്കാനിസം എന്ന് പറയുന്നത്. കൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷനാണ് റെഗുലേറ്ററി മെക്കാനിസം എന്ന് പറയുന്നത്. ബട്ട് ക്യാൻസർ സെൽസിന്റെ കേസിൽ അവിടെ ഒരു റെഗുലേറ്ററി മെക്കാനിസം ഇല്ല. നോർമൽ സെൽസ് ഷോസ് എ പ്രോപ്പർട്ടി കോൾഡ് contact inhibition, by virtue of which contact with other cells inhibit their uncontrolled growth. അതായത് ഇപ്പം ഈ ഒരു നോർമൽ സെൽസിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. അതായത് ഇപ്പൊ ഒരു സെല്ല് ഒരു സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അതായത് ആ ഒരു അൺകൺട്രോൾഡ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി, നോർമൽ സെല്ലിന്റെ ആ ഒരു പ്രോപ്പർട്ടിനെയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്യാൻസർ സെൽസ് അപ്പിയേഴ്സ് ടു ഹാവ് ലോസ് ദിസ് പ്രോപ്പർട്ടി. പക്ഷെ സാധാരണ ആ ഒരു സെല്ലിന് ഇപ്പം ഈ ഒരു അൺകൺട്രോൾഡ് ഗ്രോത്ത് തടഞ്ഞു വെക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ ക്യാൻസർ സെൽസിന്റെ പ്രത്യേകത അതിന് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളതാണ്. കോണ്ടാക്ട് ഇൻഹിബിഷന്റെ പ്രോപ്പർട്ടി ഇല്ല. അതായത് ഇപ്പൊ ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ സെൽ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അടുത്ത ഒരു സെൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെല്ല് മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ സെൽ ഡിവിഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ സെല്ലിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ബട്ട് അടുത്തൊരു സെൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും പിന്നീട് സെൽ ഡിവിഷൻ നടക്കുന്നത് എന്താണ്, ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, cancerous cells just continue to divide, giving rise to mass of cells called tumors. പിന്നെ കോണ്ടാക്ട് ഇൻഹിബിഷൻ ആ ഒരു പ്രോപ്പർട്ടി പോയി സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരികയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു മാസ് ഓഫ് സെൽസ് ഉണ്ടാകുന്നുണ്ട്, അതിനെയാണ് ട്യൂമർ എന്ന് പറയുന്നത്. ഇനി ഈ ട്യൂമർ എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ, ബിനൈൻ ട്യൂമർ ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമർ ഉണ്ട്. ബിനൈൻ ട്യൂമറിന്റെ പ്രത്യേകത അത് ആ ഒരു ഒറിജിനൽ ലൊക്കേഷൻ എവിടെയാണ് ആ ഒരു ഭാഗത്ത് മാത്രമാണ്, കൺഫൈൻഡ് ആണ്, അവിടെ മാത്രമാണ് കാണുന്നുള്ളൂ. വേറൊരു പാർട്സിലോട്ടോ ബോഡി പാർട്സിലോട്ടോ ഒന്നും ഇത് മൂവ് ചെയ്യുന്നില്ല. ബട്ട് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ അത് ലിറ്റിൽ ഡാമേജസ് കോസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒന്നാണ്. അതൊരിക്കലും സ്പ്രെഡിങ് ചെയ്യുന്നില്ല. ഇനി മാലിഗ്നന്റ് ട്യൂമറിന്റെ കേസിൽ പറയുമ്പോൾ അത് മാസ് പ്രോലിഫറേറ്റിംഗ് സെൽസ് ആണ്. അതായത് നിയോപ്ലാസ്റ്റിക് ഓർ ട്യൂമർ സെൽസ് ആണ്. അവരെപ്പോഴും റാപ്പിഡ്ലി ഗ്രോ ചെയ്യും, ഡിവൈഡ് ചെയ്യും, അതുപോലെ തന്നെ നോർമൽ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗ്രോ ചെയ്ത് ഇങ്ങനെ വളരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ മാലിഗ്നന്റ് ട്യൂമർ അല്ലെങ്കിൽ മാലിഗ്നന്റ് സെൽസ് എന്ന് പറയുന്നത്. All these cells actively divide and grow. They also starve the normal cells by competing for vital nutrients. അപ്പം ഈ ഒരു സെൽസ് അടുത്തുള്ള നോർമൽ സെൽസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ വൈറ്റൽ ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നോർമൽ സെൽസിന് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. സെൽസ് slot from such tumors reach distance high through blood, and wherever they get lodged in the body, that start a new tumor there. This property called metastasis is the most feared property of malignant tumor. അതായത് നമ്മൾ പറഞ്ഞു ബിനൈൻ ട്യൂമർ എപ്പോഴും ആ ഒരു സ്ഥലത്ത് മാത്രമാണ് കൺഫൈൻഡ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, മാലിഗ്നന്റ് ട്യൂമറിന്റെ പ്രത്യേകത ആ സെൽസ് ബ്ലഡിലൂടെ മൂവ് ചെയ്ത് ബോഡിയുടെ പല ഭാഗത്തും എന്തുണ്ടാക്കും, ഈ ഒരു മാലിഗ്നന്റ് ട്യൂമേഴ്സ് കോസ് ചെയ്യും. അങ്ങനെ ഫുൾ ബോഡി എന്തുണ്ടാകും, ക്യാൻസർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മാലിഗ്നന്റ് സെൽസിന്റെ അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്യൂമറിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഫുൾ സ്പ്രെഡ് ആകുക, ബോഡി ഫുൾ സ്പ്രെഡ് ആകുക എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് ടേംസ് പറഞ്ഞു. എന്താണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ? സെൽ ഡിവൈഡ് ചെയ്ത് വരുന്ന സമയത്ത് അടുത്തൊരു സെൽ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഈ സെൽ ഡിവിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതിനെയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്, കോണ്ടാക്ട് വരുന്ന സമയത്ത്. പിന്നെ ട്യൂമറിന്റെ കേസ് നമ്മൾ പറഞ്ഞു, സെൽസ് അൺകണ്ടീഷണലി ഡിവൈഡ് ചെയ്ത് മാസ് ആകുമ്പോൾ ട്യൂമർ ആയിട്ടാണ് അത് മാറുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ബിനൈൻ ട്യൂമർ, മാലിഗ്നന്റ് ട്യൂമർ. ബിനൈൻ ട്യൂമർ ഒരു സ്ഥലത്ത് മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, മാലിഗ്നന്റ് ട്യൂമറിന്റെ കേസ് പറയുമ്പോൾ അത് ബ്ലഡിലൂടെ മൂവ് ചെയ്ത് ബോഡിയുടെ പല പാർട്സിലും അത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്നാണ് ഈ മാലിഗ്നന്റ് ട്യൂമറിന്റെ പ്രോപ്പർട്ടിക്ക് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോസസ് ഓഫ് ക്യാൻസർ. എന്താണ് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. Transformation of normal cell into cancerous neoplastic cells may be transformation of normal cells into cancerous neoplastic cells may be induced by physical, chemical or biological agents. അപ്പൊ ഈ ക്യാൻസർ കോസ് ചെയ്യുന്നത് ഒരുപാട് സെല്ലുണ്ട്. അപ്പം അതെങ്ങനെയാണ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ് അവിടെ വരുന്നുണ്ട്. ക്യാൻസറിന് കാരണമാകുന്ന ഒരുപാട് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്. ദീസ് ഏജൻസ് ആർ കോൾഡ് കാർസിനോജൻസ്. അപ്പൊ ക്യാൻസർ കോസ് ചെയ്യുന്ന ഏജൻസിനെ കാർസിനോജൻസ് എന്നാണ് പറയുന്നത്. അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് എക്സ്റേസ്, ഗാമ റേസ്, അതുപോലെ തന്നെ നോൺ അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് UV, DNA ഡാമേജസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്റേ, ഗാമ റേ, UV റേസ് ഇതൊക്കെയും DNA ഡാമേജസ് കോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യും, നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ, അതായത് നോർമൽ സെൽസ് ക്യാൻസറസ് സെല്ലായിട്ട് മാറുന്നുണ്ട്. The chemical carcinogens present in tobacco smoke have been identified as the major cause of lung cancer. അപ്പൊ കെമിക്കൽ കാർസിനോജൻസ് ലൈക്ക് നിക്കോട്ടിൻ ടൊബാക്കോയിലുള്ള ഒന്നാണ്. അപ്പൊ അതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, ലങ് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. Cancer causing viruses called oncogenic viruses have genes called viral oncogenes. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ കാർസിനോജൻസ് ആണ്. അതായത് ഓൺകോജനിക് വൈറസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവരിലെ വൈറൽ ഓൺകോജൻസ്, അപ്പൊ ഓൺകോളജി എന്നാണ് ക്യാൻസറിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിന്റെ പേര്. അപ്പൊ ഇതുപോലെ വൈറൽ ഓൺകോജൻസ് ഇതുപോലെ ക്യാൻസർ കോസ് ചെയ്യുന്നുണ്ട്. Furthermore, several genes called cellular oncogenes or proto-oncogenes have been identified in normal cells which, when activated under certain conditions, could lead to oncogenic transformation of cells. നോർമൽ സെൽസിലെ സെല്ലുലാർ ഓൺകോജൻസും പ്രോട്ടോ ഓൺകോജൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആക്റ്റീവ് ആകുന്ന ചില കണ്ടീഷൻസിൽ ആക്റ്റീവ് ആകുമ്പോൾ അത് ഓൺകോജനിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓൺകോജനിക് സെല്ലായിട്ട് അല്ലെങ്കിൽ ക്യാൻസർ സെല്ലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്.
ഇനി ക്യാൻസറിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? Early detection of cancer is essential as it allows the disease to be treated successfully in many cases. Cancer detection is based on biopsy and histopathological studies of the tissue and blood bone marrow tests for increased cell counts in the case of leukemias. അതായത് ലുക്കീമിയയുടെ കേസിലൊക്കെ ചെയ്യുന്നത് എന്താണ്? ബോൺ മാരോ ടെസ്റ്റുകളാണ്. അതുപോലെ തന്നെ ബയോപ്സി, ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ്, അതൊക്കെയും ഈ ഒരു ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ലുക്കീമിയയ്ക്ക് ചെയ്യുന്നത് എന്താണ്? ബോൺ മാരോ ടെസ്റ്റുകളാണ്. ഇനി ഇൻ ബയോപ്സി a piece of suspected tissue cut into thin sections is stained and examined under microscope by a pathologist. അപ്പൊ ഒരു പാത്തോളജിസ്റ്റ് ബയോപ്സി ചെയ്യുന്ന ഒരാളാണ് പാത്തോളജിസ്റ്റ്. ബയോപ്സിയിൽ ചെയ്യുന്നത് സസെപ്റ്റബിൾ ആയിട്ടുള്ള ടിഷ്യൂ എടുത്ത് അത് സ്റ്റെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ സ്റ്റഡി ചെയ്യുന്നതാണ് പാത്തോളജിസ്റ്റ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ടെക്നിക്സ് ലൈക്ക് റേഡിയോഗ്രാഫി, യൂസ് ഓഫ് എക്സ്റേസ്, CT, computer tomography, and MRI, magnetic resonance imaging, are very useful to detect cancers of the internal organs. Internal organs ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി, അതായത് CT സ്കാൻ uses X-rays to generate a 3D dimensional image or 3D image of the internals of an object. അതായത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ CT സ്കാൻസ് എക്സ്റേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇന്റേണൽ ഓർഗൻസിന്റെ 3D ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട്. MRI uses strong magnetic fields and non-ionizing radiations to accurately detect pathological and physiological changes in the living tissues. MRI സ്കാൻസ് ചെയ്യുന്നത് അത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ് അല്ലെങ്കിൽ നോൺ അയോണൈസിങ് റേഡിയേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് MRI സ്കാനിങ് വർക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിവിങ് ടിഷ്യൂസിൽ ഉള്ള ക്യാൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആന്റിജൻസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ്. അതായത് ഇപ്പൊ ടെസ്റ്റുകൾ അല്ലാതെ തന്നെ ആന്റിബോഡീസ് ഉണ്ട്. അതായത് ഇപ്പൊ ആന്റിജൻ ക്യാൻസർ കോസ് ചെയ്യുന്ന കാർസിനോജൻസ് തന്നെയാണ്, ആന്റിജൻസ് തന്നെയാണ്. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആന്റിബോഡീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ക്യാൻസർ ഡിറ്റക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ടെക്നിക്സ് ഓഫ് മോളിക്കുലാർ ബയോളജി can be applied to detect genes in individuals with inherited susceptibility to certain cancers. അതായത് നമുക്ക് ക്യാൻസർ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സ്റ്റഡീസും ഇപ്പൊ ഉണ്ടെന്നാണ് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് സച്ച് ജീൻസ് വിച്ച് predispose an individual to certain cancers may be very helpful in prevention of cancers. അതായത് ഇങ്ങനെയുള്ള ജീൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റേഡിയേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Such individuals may be advised to avoid exposure to particular carcinogens to which they are susceptible. ഇപ്പം അങ്ങനെയുള്ള ജീൻസ് ഉള്ള പേഷ്യൻസിനോട് നമ്മൾ ഇങ്ങനെ കാർസിനോജൻസിന് ഒരുവിധം അതിന്റെ എക്സ്പോഷർ പ്രിവെന്റ് ചെയ്യാനുള്ള ആ ഒരു പ്രിവെൻഷൻ മെത്തേഡ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഇനി ക്യാൻസറിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. The common approaches for treatment of cancer are surgery, radiation therapy and immunotherapy. അതായത് ഇപ്പം ക്യാൻസറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സ് ആണ് സർജറി, പിന്നെ റേഡിയേഷൻ തെറാപ്പീസ്, ഇമ്മ്യൂണോ തെറാപ്പീസ് ഒക്കെയാണ് ക്യാൻസറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ്. ഇൻ റേഡിയോ തെറാപ്പി ട്യൂമർ സെൽസ് ആർ ഇറേഡിയേറ്റഡ് ലീത്തലി. റേഡിയോ തെറാപ്പിയിൽ ട്യൂമർ സെൽസ് റേഡിയേഷൻസ് നടത്തിയിട്ട് അതിനെ കരിയിച്ച് കളയാണ് ചെയ്യുന്നത്. ടേക്കിംഗ് പ്രോപ്പർ കെയർ ഓഫ് നോർമൽ ടിഷ്യൂസ് സറൗണ്ടിങ് ദ ട്യൂമർ മാസസ്. അപ്പോൾ ആ ഒരു ട്യൂമർ മാസസിന് സറൗണ്ട് ചെയ്ത് കാണുന്ന നോർമൽ ടിഷ്യൂസിന് ഒരിക്കലും ഇത് ഡാമേജ് കോസ് ചെയ്യുന്നില്ല. Several chemotherapeutic drugs are used to kill cancerous cells. ചില chemotherapeutic drugs cancerous സെൽസിനെ കില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഇതുപോലെ ക്യാൻസറിനെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. Some of these are specific for particular tumors. അപ്പൊ ചില ട്യൂമേഴ്സിനെതിരായിട്ട് ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Majority of drugs have side effects like hair loss, anemia, etc. Most cancers are treated by combination of surgery,
റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, 3 ടൈപ്പ് ട്രീറ്റ്മെന്റ്സും യൂസ് ചെയ്തിട്ടാണ് സർട്ടൻ ക്യാൻസേഴ്സ് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇനി ട്യൂമർ സെൽസ് ഹാവ് ബീൻ ഷോൺ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ബൈ ഇമ്മ്യൂൺ സിസ്റ്റം. ട്യൂമർ സെൽസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. Therefore, the patients are given substances called biological response modifiers such as alpha interferon, which activate their immune system and helps in destroying the tumors. അപ്പൊ ഈ ക്യാൻസർ വന്നിട്ടുള്ള ആളുകളിൽ ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ ഇല്ലാതെ ആകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ആണ് ആൽഫ ഇന്റർഫെറോൺ. അതായത് അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ട്യൂമറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ഒരു ആൽഫ ഇന്റർഫെറോൺസ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ട്യൂമറിനെ ഡിസ്ട്രക്ഷൻ ചെയ്ത് കളയാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്യാൻസറിനെതിരായിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്. ഇപ്പൊ നമ്മള് എയ്ഡ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ക്യാൻസറിനെ പറ്റിയിട്ടൊക്കെയും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പം അതിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്, ആന്റി റിട്രോവൈറൽ ഡ്രഗ്, അതുപോലെ തന്നെ ഇപ്പം ക്യാൻസറിന് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അപ്പം ഡ്രഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പൊ ചില സമയത്ത് ഇപ്പം ഡ്രഗ് അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇതുപോലെ നമ്മൾ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ആ ഒരു ഓവർ ഡോസ് എടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡ്രഗ് അബ്യൂസ് ചെയ്തു എന്നുള്ളത് പറയുന്നത്. യൂഷ്വലി അതൊക്കെയും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഓവർ ഡോസ് വരുമ്പോഴാണ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെ ഡ്രഗ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം? ഓക്കെ, അപ്പം ഒരുപാട് ഡ്രഗ്സിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് ഒപ്പിയോയിഡ്സ് അല്ലെങ്കിൽ ഒപ്പിയം എന്ന് പറയുന്നത്. അതൊക്കെയും യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഡ്രഗ്സ് ആയിരുന്നു പണ്ട് കാലത്ത്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നോക്കാം. സർവേസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷോ ദാറ്റ് യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾസ് ഹാവ് ബീൻ ഓൺ ദ റൈസ്, എസ്പെഷ്യലി അമംഗ് ദ യൂത്ത്. This is really a cause of concern as it could result in many harmful effects. Proper education and guidance would enable youth to safeguard themselves against these dangerous behavior patterns and follow healthy lifestyles. അതായത് ഇതുപോലുള്ള ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിനെതിരായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെയും തന്നെയാണ്. അതുപോലെ തന്നെ ഡേഞ്ചറസ് ബിഹേവിയർ നിന്നും അവരെ പിന്തിരിപ്പിക്കുക, അവർക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് പറഞ്ഞു കൊടുക്കുക, അതിനുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഡ്രഗ് അബ്യൂസേഴ്സിന് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസേഴ്സിന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ദ ഡ്രഗ്സ് വിച്ച് ആർ കോമൺലി അബ്യൂസ്ഡ് ആർ ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്. ഇതൊക്കെ മെഡിസിനിൽ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അതിന്റെ ഓവർ ഡോസേജ് കാരണം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടും അവർ അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രഗ്സ് ആണ് അബ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സിനൊക്കെയാണ് ഇവർ കൂടുതലും അബ്യൂസ് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദീസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സം ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഫംഗി. ചിലതൊക്കെയും ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെയും ഫംഗിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഇനി ഒപ്പിയോയിഡ്സിന്റെ കേസ് നോക്കാം. Opioids are the drugs which bind to specific opioids receptors present in our central nervous system and gastrointestinal tract. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഡ്രഗ് ആണ് ഒപ്പിയോയിഡ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും, ചില ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, അതുപോലെ തന്നെ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലൊക്കെയും ചില സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിൽ ഉണ്ട്. അവിടെ ചെന്നിട്ടാണ് ഈ ഡ്രഗ്സ് ബൈൻഡ് ചെയ്യുന്നത്. ഹെറോയിൻ, commonly called smack, is chemically diacetylmorphine എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. സ്മാക്ക് എന്ന് നമ്മൾ വിളിക്കും ഹെറോയിനെ. അപ്പം ഇത് വൈറ്റ് ആൻഡ് ഓർഡർലെസ് ആയിട്ടുള്ള ഒന്നാണ്. ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ് ശരിക്കും ഈ ഡൈഅസറ്റൈൽമോർഫിൻ എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം വരുന്നത്. വൈറ്റ് ഇൻ കളർ, ഓർഡർലെസ് ആണ് ഈ ഹെറോയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. മോർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗിന്റെ അസൈറ്റൈലേഷൻ വഴിയായിട്ടാണ്
ഈ ഒരു ഹെറോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് ഉണ്ടാകുന്നത്. വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാക്ടക്സ്. അതായത് ഈ ഒരു ഹെറോയിൻ അല്ലെങ്കിൽ ഈ മോർഫിൻ എന്ന് പറയുന്നത് അത് എടുക്കുന്നത് ഒരു പ്ലാന്റിന്റെ ലാക്ടക്സിൽ നിന്നുമാണ്. അപ്പം എന്തിന്റെ ലാക്ടക്സ് നിന്നാണ് എടുക്കുന്നത്? പോപ്പി പ്ലാന്റിന്റെ ലാക്ടക്സ് നിന്നാണ് ഇത് എടുക്കുന്നത്, ഈ ഒരു മോർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മോർഫിന്റെ അസറ്റൈലേഷൻ വഴിയാണ് ഹെറോയിൻസ് ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ പോപ്പി പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്പാവർ സൊമിനിഫെറം ആണ്. അപ്പൊ അതിൽ നിന്നാണ് എന്തെടുക്കുന്നത്? മോർഫിൻ എടുക്കുന്നത്. ആ മോർഫിനിൽ നിന്ന് അതിന്റെ അസറ്റൈലേഷൻ വഴിയാണ് ഹെറോയിൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ജനറലി ടേക്കൺ ബൈ സ്നോട്ടിംഗ് ആൻഡ് ഇഞ്ചക്ഷൻ. ഹെറോയിൻ ഈസ് എ ഡിപ്രസന്റ് ആൻഡ് സ്ലോസ് ഡൗൺ ബോഡി ഫങ്ഷൻസ്. അപ്പൊ ഹെറോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് അതിങ്ങനെ നമ്മൾ ബോഡിയിലോട്ട് ഇഞ്ചക്റ്റഡ് ആകുമ്പോൾ അത് സ്നോട്ടിങ്ങും അതുപോലെ തന്നെ ഇഞ്ചക്ഷനും ആണ് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം ഈ ഹെറോയിൻ എന്ന് പറയുന്നത് ഡിപ്രസന്റ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് ബോഡി ഫങ്ഷൻസിന് അത് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒന്ന് പിക്ചർ നോക്കി നോക്കാം. നമ്മൾ പറഞ്ഞു ഇതുപോലെ മോർഫിന്റെ അസറ്റൈലേഷൻ വഴിയാണ് എന്ത് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുണ്ടാകുന്നത്? ഹെറോയിൻസ് ഉണ്ടാകുന്നത്. അപ്പം ഒപ്പിയം പോപ്പി അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒപ്പിയം പോപ്പിയിൽ നിന്നുമാണ് ഇതുപോലെ മോർഫിൻ ഉണ്ടാക്കുന്നത്. ഈ മോർഫിന്റെ അസറ്റൈലേഷൻ വഴിയാണ് ഹെറോയിൻസ് ഉണ്ടാകുന്നത്. ഒക്കെ എന്താണ്? ഡ്രഗ്സ് തന്നെയാണ്. ഇനി അടുത്തത് അപ്പൊ ഒപ്പിയോയിഡ്സിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് കനാബിനോയിഡ്സ് ആണ്. Are a group of chemicals which interact with the cannabinoid receptors present principally in the brain. അപ്പൊ ബ്രെയിനിലുള്ള കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, അവിടെ ചെന്നിട്ടാണ് ഈ കനാബിനോയിഡ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്. നാച്ചുറൽ കനാബിനോയിഡ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഇൻഫ്ലോറസൻസ് ഓഫ് ദ പ്ലാന്റ് കനാബിനസ് സറ്റൈവ. കനാബിസ് സറ്റൈവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റിന്റെ ഇൻഫ്ലോറസൻസ് നിന്നാണ് ഈ ഒരു സംഭവം നാച്ചുറൽ കനാബിനോയിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. The flower tops, leaves, and resins of cannabis plant are used in various combinations to produce marijuana, hashish, charas, and ganja. അപ്പൊ ഇതുപോലെ കനാബിസ് സറ്റൈവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റിന്റെ ഫ്ലവർ ടോപ്പ്, ലീവ്സ്, അതുപോലെ കനാബിസ് പ്ലാന്റ് റെസിൻസ്, ഇതൊക്കെയാണ് ഈ മരിജ്വാന, ഹാഷിഷ്, ചരസ്, ഗഞ്ച പോലെയുള്ള ഡ്രഗ്സ് ഐസോലേറ്റ് ചെയ്തെടുക്കുന്നത്. Then generally taken by inhalation or oral ingestion. These are known for their effects on cardiovascular system of body. അപ്പൊ ഇത് ഓറൽ ഇഞ്ചക്ഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഇൻഹലേഷൻ വഴി ആയിട്ടാണ് ഈ ഡ്രഗ്സ് ഒക്കെ മുകളിലോട്ട് എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെയാണ് ഇത് കൂടുതലായിട്ടും അഫക്ട് ചെയ്യുന്നത്, ഈ കനാബിനോയിഡ്സ്. അപ്പൊ അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. കനാബിനോയിഡ് മോളിക്യൂളിന്റെ, അതുപോലെ തന്നെ കനാബിസ് സറ്റൈവയുടെ. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കഞ്ചാവിന്റെ ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുണ്ടാവും. ഈ കനാബിസ് സറ്റൈവയുടെ ഈ ഒരു പിക്ചർ ആയിരിക്കും. ദെൻ നമ്മൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു കൊക്ക ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കൊക്ക ആൽക്കലോയിഡ്സിന് തന്നെയാണ് കൊക്കെയിൻ എന്നും പറയുന്നത്. ഇതൊക്കെ ഈ കനാബിനോയിഡ്സ്, ഓപ്പിയോയിഡ്സ്, കൊക്കെയിൻസ് ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം കൊക്കൈനെ പറ്റി പറയുമ്പോൾ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൊക്ക പ്ലാന്റ്സ് നിന്നുമാണ്. അതായത് എറിത്രോസൈലം കൊക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റിൽ നിന്നുമാണ്, സൗത്ത് അമേരിക്കയിലാണ് കാണുന്ന ആ പ്ലാന്റിൽ നിന്നുമാണ് ഈ കൊക്കൈൻസ് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുപോലെ കൊക്ക പ്ലാന്റ്സ് ഉണ്ടാകുന്നത് സൗത്ത് അമേരിക്കയിലാണ്. ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ആസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ സ്മോളർ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ബ്രെയിൻ എന്തുകൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്തുകൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ് എന്നാണ് അതിന്റെ ഉത്തരം. അപ്പൊ നെർവ് സെൽസ് തമ്മിൽ കോണ്ടാക്ട് വരുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു തീ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം കൈ വലിക്കണം എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ വരുന്നത് ബ്രെയിനിൽ നിന്നുമാണ്. അത് ഇതുപോലുള്ള ന്യൂറോൺസിന്റെ ആക്ഷൻ വഴിയായിട്ടാണ് ഈ ഇൻഫോർമേഷൻസ് ക്രിയേറ്റഡ് ആകുന്നത്. അപ്പൊ ഈ എസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ പോലുള്ളത് ഈ ന്യൂറോൺസിന്റെ ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ ഈ ഡോപ്പമിനെ ഒക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇന്റർഫിയർ ചെയ്യുന്നത്. Cocaine, commonly called coke or crack, is usually snorted. It has potent stimulating action on central nervous system, producing a sense of euphoria and increased energy.
അപ്പം ഈ ഒരു സമയത്ത് ഇൻഫോർമേഷൻ ഒക്കെ തന്നെയാണ് ഇവർ ഇന്റർഫിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സെൻസിന് യൂഫോറിയ എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു സമയത്ത് അവർക്ക് എനർജി കൂടുതലായിരിക്കും. എക്സസീവ് ഡോസേജ് ഓഫ് കൊക്കൈൻ കോസ് ഹാലൂസിനേഷൻസ്. അതായത് എക്സസീവ് ആയിട്ട് കൊക്കൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാകും. അതർ വെൽ നോൺ പ്ലാന്റ് വിത്ത് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ആർ അട്രോപ്പ ബെലാഡോണ. അട്രോപ്പ ബെലാഡോണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റിന് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡെറ്റ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിനും എന്തുണ്ട്, ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ ഡെറ്റ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഇപ്പം ലിയോ സിനിമയിലൊക്കെ കുറച്ചും കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡെറ്റ്യൂറയെ പറ്റിയിട്ട്. അപ്പം ഈ ഡെറ്റ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ നിന്ന് ഡ്രഗ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബേസിസിലാണ് ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉള്ളത്. അപ്പം അതിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ഡെറ്റ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്റെ പേര്. These days cannabinoids are also being abused by some sports persons. ഇപ്പൊ cannabinoids ഒക്കെയും ആര് അല്ലെങ്കിൽ കൊക്കൈൻസ് ഒക്കെയും സ്പോർട്സ് പേഴ്സൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട്, എനർജി ബൂസ്റ്റർ ആയിട്ടാണ് അവരിത് യൂസ് ചെയ്യുന്നത്. ബട്ട് ഗ്രാജുവലി അത് അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ തന്നെ എഫക്ട് ചെയ്യും. അവർക്ക് പിന്നീട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ബ്രൂട്ടൽ കേസസ് വരുന്നത്. ഡ്രഗ്സ് ലൈക്ക് ബാർബിറ്റ്യൂറേറ്റ്സ്, amphetamines, benzodiazepines, and other similar drugs that are normally used as medicines to help patients cope up with mental illness like depression and insomnia are often abused. അതായത് ഇപ്പം ട്രാൻസ്ക്വലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. അതായത് മെന്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർക്ക്, ഡിപ്രഷൻ, ഇൻസോംനിയാസ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന അവരുടെ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ്. അത് അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പൊ ഈ ബാർബ്യൂറേറ്റ്സ്, അതുപോലെ തന്നെ ആംഫിറ്റമിൻസ്, അതുപോലെ ബെൻസോ ഡയാസെപ്പൈൻസ്, ഇതൊക്കെയും എന്താണ്, ഇതുപോലെയുള്ള മെന്റൽ ഇൽനെസ്, ഇൻസോംനിയാസ് വന്നിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ്. അത് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം. മോർഫിൻ ഈസ് എ വെരി ഇഫക്റ്റീവ് സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലർ ആൻഡ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ പേഷ്യൻസ് ഹു ഹാവ് അണ്ടർഗോൺ സർജറി. ഇപ്പൊ മോർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സർജറിക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ്. അവരുടെ ആ ഒരു സമയത്ത് സെഡേറ്റീവ് ആയിട്ടും അതുപോലെ പെയിൻ കില്ലർ ആയിട്ടും അവർക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് മോർഫിൻ പോലുള്ളതൊക്കെ. സെവറൽ പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഹാവിംഗ് hallucinogenic properties have been used for hundreds of years in folk medicine, religious ceremonies and rituals all over the globe. അതായത് ചില പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഒക്കെ ഹാലൂസിനോജനിക് പ്രോപ്പർട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോക്ക് മെഡിസിൻ ആയാലും അതുപോലെ തന്നെ റിലീജിയസ് സെറിമണീസിലായാലും റിച്വൽസിലായാലും വേൾഡ് വൈഡ് ഇത് ഒരുപാട് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസിനെ യൂസ് ചെയ്യുന്നുണ്ട്. When these are taken for a purpose other than medicinal use or in amounts or frequency that impairs one's physical, psychological, physiological functions, it constitutes drug abuse. അപ്പം നമുക്കറിയാം, ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സർജറി സമയത്തൊക്കെ ഇതുപോലുള്ള ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ ഓവർ ഡോസ് വരുന്ന സമയത്ത് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർഡോസ് എടുക്കുന്നവരെയാണ് നമ്മൾ ഡ്രഗ് അബ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിങ് എന്ന് പറയുന്നത്. ഇപ്പം വേറൊരു മൂവി ഈ ഒരു ഡ്രഗ് അബ്യൂസിനെ പറ്റി വന്നിട്ടുള്ളതായിരുന്നു. പാത്തഡിൻ, ആ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നതിൽ നിന്നും പാത്തഡിൻ എടുക്കുന്ന ആ ഒരു കേസ്. അപ്പം അത് വന്നിട്ടുണ്ടായിരുന്നത് എബ്രാം മുസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ്. അപ്പൊ അതിൽ അവർ ചെയ്യുന്നത് ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഇതാണ്, ആ ഒരു സമയത്ത് കൊടുക്കുന്ന ഡ്രഗാണ് പാത്തഡിൻ. അപ്പൊ അത് എടുക്കുന്നത് ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു മെഷീൻ എന്നാണ്. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഫിലിം ആയിരുന്നു എബ്രാം മുസ്ലർ. അപ്പം ആ ഒരു ഇത് കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് സർജറിക്ക് മുമ്പ് നമുക്ക് സെഡേറ്റീവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെയിൻ കില്ലർ ആയിട്ട് തരുന്ന ഒന്നാണ് ഇതുപോലുള്ള ഡ്രഗ്സ്. ബട്ട് അതിന്റെ ഓവർഡോസ് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഡിസീസും കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യൂഷ്വലി മെഡിസിനിൽ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ ഓവർഡോസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. സ്മോക്കിംഗ് ഓൾസോ പേവ്സ് ദ വേ ടു ഹാർഡ് ഡ്രഗ്സ്. Tobacco has been used by human beings for more than 400 years. It is smoked, chewed, or used as a snuff. Tobacco contains a large number of chemical substances, including nicotine and alcohol. Nicotine stimulates adrenal gland to release adrenaline,
and noradrenaline into blood circulation, both of which raise blood pressure, increase heart rate. അതായത് അടുത്തൊരു ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ വരുന്നതാണ് സ്മോക്കിംഗ്. ഇപ്പൊ ടുബാക്കോ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 400 years ആയിട്ട്. അപ്പം അവിടെ ഈ ടുബാക്കോ സ്നഫ് ആയിട്ടും അതുപോലെ ച്യൂ ചെയ്യാറുണ്ട്, ചിലർ അത് സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ടുബാക്കോയിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് നിക്കോട്ടിൻ നമ്മുടെ ഉള്ളിലോട്ട് കലരുന്നുണ്ട്. നിക്കോട്ടിന്റെ ഒരു പ്രത്യേകത, അത് അഡ്രിനൽ ഗ്ലാൻഡിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ചിട്ട് നോർ അഡ്രിനാലിനും അഡ്രിനാലിനൊക്കെയും അതുപോലെയുള്ള ഹോർമോൺസ് ബ്ലഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുവഴി ബ്ലഡ് പ്രഷർ കൂടും, അതുപോലെ തന്നെ ഹാർട്ടിന്റെ റേറ്റും കൂടും, ഹാർട്ട് ബീറ്റ് റേറ്റും കൂടും. Smoking is associated with increased incidence of cancers of lung, urinary bladder and throat, bronchitis, emphysema, coronary heart disease, gastric ulcer, etc. But ഈ ഒരു സ്മോക്കിംഗ് വഴി ഉണ്ടാകുന്ന ഒരുപാട് വേറെ ഡിസീസസ് ഉണ്ട്. ക്യാൻസർ ഓഫ് ലങ്സ്, അതുപോലെ യൂറിനറി ബ്ലാഡറിൽ വരുന്ന ക്യാൻസർ, ത്രോട്ടിൽ വരുന്ന ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസിമ, കൊറോണറി ഹാർട്ട് ഡിസീസ്, ഗാസ്ട്രിക് അൾസർ, ഇതൊക്കെയും ഈ ഒരു ടൊബാക്കോ സ്മോക്കിംഗ് വഴി ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ടൊബാക്കോ ചൂയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് റിസ്ക് ഓഫ് ക്യാൻസർ ഓഫ് ഓറൽ കാവിറ്റി. ഓറൽ കാവിറ്റിയിൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയാണ് ടൊബാക്കോ ചൂയിങ് എന്ന് പറയുന്നത്. സ്മോക്കിംഗ് ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിൽ കൂടും, കണ്ടന്റ് ഇൻ ദ ബ്ലഡ്, ആൻഡ് റെഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹീം ബോണ്ട് ഓക്സിജൻ. ഓക്സിജന്റെ അളവ് ബ്ലഡിൽ കുറയും. ദിസ് കോസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദ ബോഡി. When one buys packets of cigarette, one cannot miss the statutory warning that is present on the packing, which warns against smoking and says how it is injurious to health. Yet smoking is very prevalent in society, both among young and old. Knowing the dangers of smoking and chewing tobacco and its addictive nature, the youth and old need to avoid these habits. Any addict requires counseling and medical help to get rid of the habit. അതായത് ഒരു വട്ടം ഈ ഒരു സ്മോക്കിംഗ് ഹാബിറ്റിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇതിൽ നിന്നും ഒരു മോചനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെയും പോകേണ്ടി വരും. എന്നാലാണ് ഈ ഒരു ഹാബിറ്റിൽ നിന്ന് പിന്നീട് നമുക്ക് വിട്ടുമാറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് അത്രയും അഡിക്ഷൻ കോസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ടുബാക്കോ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഡ്രഗ് അബ്യൂസിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഇത് ഒരുപാട് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ ബ്ലഡിലെ കാർബൺ മോണോക്സൈഡ് കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, ഇതൊക്കെയും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അഡോളസൻസിലാണ്. അപ്പൊ ഈ അഡോളസൻസും ഡ്രഗും ആൽക്കഹോൾ അബ്യൂസും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു റിലേറ്റഡ്നെസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. Adolescence means both a period and a process during which a child becomes mature in terms of his or her attitudes, beliefs for effective participation in society. ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള മെച്യൂരിറ്റി ഒരു ചൈൽഡിന് കിട്ടുന്നത് ഈ അഡോളസൻസ് പീരീഡിലാണ്. അഡോളസൻസ് പീരീഡ് കഴിയുമ്പോഴാണ് സൊസൈറ്റി ആയിട്ട് ആ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ ഇടപഴകി ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാകില്ല, മെച്യൂരിറ്റി ഉണ്ടാകില്ല, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ സക്സസ്ഫുൾ ആയിട്ട് ലിവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു പീരീഡ് എന്നതിൽ ഉപരി ഒരു പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. അതായത് മെച്യൂരിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ മെച്യൂരിറ്റി ആകുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് അഡോളസൻസിനെ പറയുന്നത്. The period between 12 to 18 years of age may be thought as adolescence period. 12 to 18 years ആണ് adolescence period ആയിട്ട് പറയുന്നത്. In other words, adolescence is a bridge linking childhood and adulthood. അതായത് ചൈൽഡ്ഹുഡിനെയും അഡൾട്ട്ഹുഡിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒന്നായിട്ടും അഡോളസൻസിനെ പറയുന്നുണ്ട്. Adolescence is accompanied by several biological and behavioral changes. ആ ഒരു സമയത്ത് ഒരുപാട് ബിഹേവിയർ ചേഞ്ചസ് നടക്കുന്നുണ്ട്. നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ആയി മാറുന്നത് ആ ഒരു അഡോളസൻസ് ടൈമിലാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് ബയോളജിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇപ്പൊ മാസ്കുലൻ അല്ലെങ്കിൽ ഫെമിനൻ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ആകുന്നത് ഈ ഒരു അഡോളസൻസ് പീരീഡിലാണ്. Adolescence thus is a very vulnerable phase of mental and psychological development of an individual. ആ ഒരു സമയത്താണ് മെന്റൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റും നടക്കുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല,
മെന്റൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ഒരു അഡോളസൻസ് പീരീഡിലാണ്. Curiosity, need for adventure and excitement, experimentation constitute common causes which motivates youngsters towards drug and alcohol use. അതായത് ആൽക്കഹോളിനോടും ഡ്രഗ്സിനോടും ആ ഒരു ഇഷ്ടം തോന്നുന്നതിന് കാരണം അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക, അതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു പിയർ പ്രഷർ കാരണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പ്രഷർ കാരണം അതൊന്ന് യൂസ് ചെയ്യാനുള്ള ഒരു അഡ്വഞ്ചർ, ക്യൂരിയോസിറ്റി, ഇതൊക്കെയാണ് ഡ്രഗ് അബ്യൂസേഴ്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസേഴ്സ് ഒക്കെ ആയിട്ട് മാറ്റുന്നത്. A child's natural curiosity motivates him or her to experiment. This is complicated further by effects that might be perceived as benefits of alcohol or drug use. അതായത് ഈ ഇപ്പം നമ്മുടെ ക്യൂരിയോസിറ്റി കാരണം, ഒരു ചൈൽഡിന്റെ ക്യൂരിയോസിറ്റി കാരണം ഇതുപോലുള്ള എക്സ്പെരിമെന്റ്, ഡ്രഗ് യൂസ് ചെയ്ത് നോക്കുക, ആൽക്കഹോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും, ചിലപ്പോൾ അതിനോട് അഡിക്ഷൻ വന്നു പോകുന്നുണ്ട്. Thus, the first usage of drug or alcohol may be out of curiosity or experimentation, but later the child starts using these to escape facing problems. അതായത് ഏറ്റവും ഫസ്റ്റ് ഇതൊരു എക്സ്പെരിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, അതിന്റെ പുറത്താണ് ഇങ്ങനെ ഡ്രഗും ആൽക്കഹോളൊക്കെയും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ വരുമ്പോൾ, അഡോളസൻസ് പീരീഡ് ആകുമ്പോൾ ഏറ്റവും കൂടുതലും നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുമെന്നാണ് പറയുന്നത്. ഈ പ്രോബ്ലംസ് നിന്നൊക്കെയും വിട്ടുമാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്ന സ്വഭാവം പിന്നീട് അവർ കാണിക്കും. Of late, stress from pressures to excel in academic or examinations has played a significant role in persuading the youngsters to try alcohol and drugs. ഇപ്പം ആ ഒരു സമയത്ത് അവർക്ക് വരുന്ന സ്ട്രെസ്, പ്രഷർ, അതുപോലെ അക്കാഡമിക്സിലും അതുപോലെ എക്സാമിനേഷൻസിനൊക്കെയും എക്സലൻസ് കാണിക്കണം, അപ്പൊ അങ്ങനെയുള്ള പ്രഷേഴ്സ് ഒക്കെ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഡ്രഗ്സിന് ആൽക്കഹോൾസിനൊക്കെ അഡിക്റ്റ് ആയിട്ട് മാറുന്നത്. The perception among youth that it is cool or progressive to smoke, use drugs or alcohol is also in a way a major cause for youth to start these habits. അപ്പൊ ഇങ്ങനെ ഉള്ള കൂൾ എന്നുള്ള ആ ഒരു രീതിയിൽ, അതായത് കൂളായിട്ട് നടക്കാന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാവും ഫസ്റ്റ് ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ടെലിവിഷൻ, മൂവീസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇന്റർനെറ്റ് ഓൾസോ ഹെൽപ്പ് ടു പ്രൊമോട്ട് ദിസ് പെർസെപ്ഷൻ. Other factors that have been seen to be associated with drug and alcohol abuse among adolescents are unstable or unsupportive family structures and peer pressure. അതായത് ടെലിവിഷൻ, മൂവി, ന്യൂസ് പേപ്പർ, ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെർസെപ്ഷൻ കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അബ്യൂസിനെതിരായിട്ടുള്ള ഒരുപാട് ആഡ്സ് ഒക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളത് വരാൻ കാരണം അൺസപ്പോർട്ടീവ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി, ഇപ്പൊ സെപ്പറേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഫാമിലി ഒക്കെ ആവുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ പിയർ പ്രഷർ ഒക്കെ വരുന്ന സമയത്താണ് ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ദെൻ അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഇതൊരു എക്സ്പെരിമെന്റിൽ ആണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിലും പിന്നീട് അതൊരു അഡിക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ബിക്കോസ് ഓഫ് ദ പെർസീവ്ഡ് ബെനഫിറ്റ്സ്, ഏറ്റവും ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒരുപാട് ബെനഫിറ്റ്സ്, അതായത് പ്രോബ്ലംസ് മാറി നിൽക്കാൻ പറ്റുന്നു, ആ ഒരു സമയത്തേക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പെർസീവ് ചെയ്യുന്ന സമയത്ത് ഡ്രഗ്സ് ആർ ഫ്രീക്വന്റ്ലി യൂസ് റിപ്പീറ്റഡ്ലി. അതായത് അങ്ങനെ ഒരു പെർസെപ്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ അത് പിന്നീടൊക്കെ യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് വൺ ഫെയിൽസ് ടു റിയലൈസ് it is inherent addictive nature of alcohol and drugs. അപ്പൊ അതിന്ന് ഒരാൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, ഇതൊരു അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പെർസീവ് ചെയ്യുന്ന കാര്യം ഒരു അഡിക്ഷൻ ആയിട്ട് പിന്നീട് മാറും എന്നുള്ളതാണ് ഒരാൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. അങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. അഡിക്ഷൻ ഈസ് എ സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് ടു സർട്ടൻ ഇഫക്ട്സ് such as euphoria and a temporary feeling of well-being associated with drugs and alcohol. ഈ അഡിക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് ആണ്. അതായത് ഈ ഡ്രഗ്സിനും ആൽക്കഹോളിനൊക്കെയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കൊരു ടെമ്പററി ഫീലിംഗ് കിട്ടുന്നു, ഒരു യൂഫോറിയ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ്സ് വരുന്ന സമയത്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്.
These drive people to take them even when these are not needed or even when their use becomes self-destructive. അപ്പം ഇങ്ങനെ അഡിക്ഷൻ വന്ന് നമ്മളത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സെൽഫ് ഡിസ്ട്രക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. With repeated use of drugs, the tolerance level of the receptors present in our body increases. അതായത് റിപ്പീറ്റഡ്ലി ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്, ഈ ഡ്രഗ്സിന് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിന് എന്ത് ചെയ്യും, ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ലെവല് വിട്ടുപോകും. Consequently, the receptors respond only to higher doses of drugs or alcohol, leading to greater intake and addiction. അപ്പം ഇവരുടെ ഈ ഒരു റിസപ്റ്റേഴ്സ് ഹയർ ഡോസ് കിട്ടുമ്പോൾ മാത്രമാണ് പിന്നീട് എന്ത് ചെയ്യുള്ളൂ, അത് ആക്ട് ചെയ്യുള്ളൂ, അപ്പം റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഗ്രേറ്റർ ഇൻടേക്ക് കൊടുക്കേണ്ടി വരും, ആൽക്കഹോളിനായാലും അബ്യൂസിനായാലും. അപ്പോഴാണ് അവർ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് അവർക്ക് തോന്നുക. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. However, it should be clearly borne in mind that the use of these drugs even once can be forerunner to addiction. അതായത് ഒരു വട്ടം നമ്മൾ ഇത് യൂസ് ചെയ്താലും നമ്മൾ ഒരു ഫോറണ്ണർ ആകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. Thus, the addictive potential of drug and alcohol pull the user into a vicious circle, leading to their regular use from which he or she may not be able to get out. In the absence of any guidance or counseling, the person gets addicted and becomes dependent on their use. അതായത് ഇങ്ങനെ അഡിക്ഷൻ വന്നിട്ടുള്ള ആളുകളിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലോ അല്ലെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ആ ഒരു ഡിപ്പെൻഡൻസി അവർ കാണിക്കും. Dependence is the tendency of the body to manifest a characteristics or an unpleasant withdrawal syndrome if regular doses of drugs or alcohol is abruptly discontinued. അതായത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു ഡോസ് ഓഫ് ഡ്രഗ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്ന ഒന്നാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ഡ്രഗിനോട് ഡിപ്പെൻഡന്റ് ആകുക. അതായത് നമ്മൾ ചില വിഡ്രോവൽ സിംറ്റംസ് അവിടെ കാണിക്കും ഡ്രഗ്സ് കിട്ടാതെ വരുമ്പോൾ. അപ്പൊ ആ ഒരു സമയത്ത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കാണിക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതിനെയാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ദിസ് is characterized by anxiety, shakiness, nausea, sweating, which may be relieved when uses resumed again. അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ഒന്നാണ് ഡിപ്പെൻഡൻസ്. അപ്പൊ അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഈ ആൻസൈറ്റി, ഷേക്കിനെസ്, നോസിയ, സ്വെറ്റിംഗ് ഒക്കെയാണ്. In some cases, withdrawal symptoms can be severe and even life-threatening, and person may need medical supervision. ചില സമയത്ത് ഈ withdrawal symptoms എന്ന് പറയുന്നത് സെവിയർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. Dependence leads the patient to ignore all social norms in order to get sufficient funds to satiate his or her needs. These result in many social adjustment problems. അതായത് അപ്പൊ അഡോളസൻസിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന വേറൊരു കാര്യമാണ് ഇപ്പൊ ഡിപ്പെൻഡൻസ്. അതായത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് അവർക്ക് ഡ്രഗ്സ് വേണമെന്നുള്ള ആ ഒരു പ്ലഷർ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു സൊസൈറ്റിയൽ നോംസ് ഒന്നും തന്നെ നോക്കില്ല, അവരെങ്ങനെയും ഫണ്ട് കളക്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഒരുപാട് സോഷ്യൽ ഈവൽസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് സോഷ്യൽ ക്രൈംസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട്, ഡ്രഗ്സ് വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അഡിക്ഷൻ കൂടുതലാണ്. അപ്പൊ അവർക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ വേണം, അല്ലെങ്കിൽ അവർക്കുള്ള അവയർനെസ് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത്. Then effects of drug or alcohol abuse. എന്തൊക്കെയാണ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്ട്സ്? The immediate adverse effects of drugs and alcohol abuse are manifest in the form of reckless behavior, vandalism, violence. Excessive doses of drugs may lead to coma and death due to respiratory failure, ഹാർട്ട് ഫെയിലിയർ ഓർ സെറിബ്രൽ ഹീമറേജ്. അപ്പം ഈ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ അബ്യൂസ് ചെയ്യുന്നവരിൽ കണ്ടുവരുന്ന ഒന്നാണ് അവര് റെക്ലെസ് ബിഹേവിയർ കാണിക്കും. അതായത് അലഞ്ഞു തിരിഞ്ഞു നടക്കുക, വയലൻസ്, ഇതൊക്കെ അവർ കാണിക്കുന്ന കുറച്ച് സ്വഭാവങ്ങളാണ്. ദെൻ എക്സസീവ് ഡോസേജസ് ഒക്കെ ഈ ഡ്രഗ്സിന്റെ ചെന്നിട്ടുണ്ടെങ്കിൽ കോമ വരെ ഉണ്ടാകും, അതുപോലെ ഡെത്ത് വരെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകും, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകും, സെറിബ്രൽ ഹീമറേജ് ഉണ്ടാകും. A combination of drugs or their intake along with alcohol generally results in overdosing and even deaths. അപ്പൊ ആൽക്കഹോളും ഡ്രഗും ഒരുമിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും, ഇതുപോലെ ഓവർഡോസിങ്
അതുപോലെ തന്നെ ഡെത്തും ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. The most common warning signs of drug alcohol abuse among youth include drop in academic performance, unexplained absence from school or college, lack of interest in personal hygiene, withdrawal, isolation, depression, fatigue, aggressive, rebellious behavior, deteriorating relationships with family and friends, loss of interest in hobbies, change in sleeping and eating habits, fluctuations in weight, appetite. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയും കാണിക്കുന്നത് ഈ ഡ്രഗ് അബ്യൂസേഴ്സും ആൽക്കഹോൾ അബ്യൂസേഴ്സും ഒക്കെയാണ്. അതായത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, അക്കാഡമിക് പെർഫോമൻസിലുള്ള ഒരു ഡ്രോപ്പ്, അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഇൻ കോളേജ് ഓർ സ്കൂൾ, അതുപോലെ തന്നെ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കുക, ഐസൊലേഷൻ, ഡിപ്രഷൻ, അങ്ങനെയുള്ള ഇതുപോലെയുള്ള സിംറ്റംസ് കാണിക്കുന്നത് ഈ ഡ്രഗ് അബ്യൂസേഴ്സും അതുപോലെ ആൽക്കഹോൾ അബ്യൂസേഴ്സും ആണ്. There may be some far-reaching implications of drug or alcohol abuse. If an abuser is unable to get money to buy drugs, alcohol, he or she may turn to stealing. അതായത് അവർക്ക് ഡ്രഗ്സ് ഒന്നും മേടിക്കാൻ വേണ്ടി പൈസ കിട്ടിയില്ലെങ്കിൽ ഇവര് എന്ത് ചെയ്യും? സ്റ്റീലിംഗ്, കക്കാൻ വരെ പോകുന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ ഈവിൾസ് കൂടും, സോഷ്യൽ നോംസ് ഇവർ പാലിക്കാതെ വരും, ആ സമയത്ത് ഒരുപാട് സോഷ്യൽ ക്രൈംസ് ഉണ്ടാകും. The adverse effects are just not restricted to the person who is using drug or alcohol. At times, a drug or alcohol addict becomes the cause of mental and financial distress to his or her entire family and friends. അതായത് ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക, ആളിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, ഇവരൊക്കെയും തന്നെ ഈ ഒരാളെ കൊണ്ട് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് those who take drugs intravenously, അതായത് സിറിഞ്ച്, നീഡിൽ യൂസ് ചെയ്തിട്ട് ഡ്രഗ്സ് എടുക്കുന്നവരാണെങ്കിൽ are much more likely to acquire serious infections like AIDS, hepatitis B പോലുള്ള അസുഖങ്ങൾ അവർക്ക് വരും. These viruses which are responsible for these diseases are transferred from one person to another by sharing of infected needles or syringes. Both AIDS and hepatitis B infections are chronic infections, ultimately fatal. Both can be transmitted through sexual contact or infected blood. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡ്രഗ് അബ്യൂസേഴ്സിന്റെ കേസ് വരുമ്പോൾ ഉള്ള വേറൊരു കാര്യമാണ്, ഇവർ ഇൻട്രാവെനസ്ലി ആണ് ഈ ഒരു ഡ്രഗ് അബ്യൂസും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിറിഞ്ച് നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ളത് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതുപോലെയുള്ളത് ഇവർക്ക് മാത്രമല്ല ഇവരുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെയും വരാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് പറയുന്നത്. The use of alcohol during adolescence may also have long-term effects. It could lead to heavy drinking in adulthood. The chronic use of drugs and alcohol damage nervous system and liver cirrhosis. അപ്പം ലിവറിനെയും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെയാണ് അഡോളസൻസ് ടൈമിലുള്ള ആൽക്കഹോൾ അതുപോലെ ഡ്രഗ് അബ്യൂസിംഗ് ഒക്കെയും ഡാമേജ് വരുത്തുന്നത്. അപ്പൊ ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. The use of drugs and alcohol during pregnancy is also known to adversely affect the fetus. അപ്പം പ്രഗ്നൻസി ടൈമിലുള്ള ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് അതിന്റെ ഫീറ്റസിനെ വരെ ബാധിക്കുമെന്നാണ് പറയുന്നത്. Another misuse of drugs is what certain sports persons do to enhance their performance. ഇപ്പൊ കൊക്കൈൻ പോലുള്ളതൊക്കെ എനർജി കൂട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കനാബിനോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ അക്കാഡമിക്സ് അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ അവർക്ക് ഒരുപാട് എക്സലൻസ് കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അബ്യൂസ് ചെയ്യുന്നുണ്ട് ഡ്രഗ്സിനെ. They use narcotic analgesics, anabolic steroids, diuretics, and certain hormones in sports to increase muscle strength and bulk and to promote aggressiveness and as a result increase athletic performance. അപ്പൊ ഇതുപോലെയുള്ള നാർക്കോട്ടിക്, അനാൽജസിക്സ്, അനാബോളിക് സ്റ്റിറോയിഡ്സ്, ഡയോററ്റിക്സ് അതുപോലെയുള്ള ഹോർമോൺസ് യൂസ് ചെയ്യുന്നത് വഴി ഇവർക്ക് മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ അഗ്രസീവ്നെസ് കാണിക്കാൻ പറ്റും, അത്ലറ്റിക് പെർഫോമൻസിൽ ഒരുപാട് എക്സലൻസ് കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. The side effects of this use of anabolic steroids in females include masculinization. അതായത് ഫീമെയിൽസ് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരില് മാസ്കുലിനൈസേഷൻ, അതായത് മെയിലിന്റെ ക്യാരക്ടേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, abnormal menstrual cycles, excessive hair growth on the face and body, enlargement of the clitoris, deepening of the voice like males പോലെ ഇതുപോലെ വോയിസ് ഡീപ്പൻഡ് ആകുക, ക്ലിറ്റോറിസിന്റെ എൻലാർജ്മെന്റ്, ബോഡിയിലെ ഫേസിലൊക്കെ ഉള്ള ഹെയറിന്റെ ഗ്രോത്ത്,
അബ്നോർമൽ മെനിസ്ട്രൽ സൈക്കിള്, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, അഗ്രസീവ്നെസ്, ഇതൊക്കെയും കൂടും സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന ഫീമെയിൽ സ്പോർട്സ് പേഴ്സന്റെ കേസിൽ. ദെൻ ഇൻ മെയിൽസ് ഇറ്റ് ഇൻക്ലൂഡ് ആക്നെ. മെയിൽസ് ആണ് ഇതുപോലെ സ്പോർട് പേഴ്സൺ ഇതുപോലെ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന സിംറ്റംസ് ആണ് ആക്നീസ് ഉണ്ടാകും, increased aggressiveness, mood swings, depression, reduction of size of the testicles, decreased sperm production, potential for kidney and liver dysfunction, breast enlargement, premature baldness, enlargement of the prostate gland. These effects may be permanent with prolonged use. അപ്പൊ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് വഴി ബാലൻസ്, അതുപോലെയുള്ള സ്പെർം കൗണ്ട് റിഡക്ഷൻ, അതുപോലെ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, ഇതുപോലുള്ള ഒരുപാട് ഡിസീസ് അല്ലെങ്കിൽ സിംറ്റംസ് മെയിൽസിൽ ഉണ്ടാകുന്നുണ്ട്. ഇൻ ദ അഡോളസെന്റ് മെയിൽ ഓർ ഫീമെയിൽ, severe facial and body acne and premature closure of the growth centers of the long bones may result in stunted growth. ചില സമയത്ത് ഫീമെയിലായാലും മെയിലായാലും ഡ്രഗ് യൂസിങ് അവിടെ സ്റ്റണ്ടഡ് ഗ്രോത്ത് തന്നെ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വളർച്ച അവിടെ ഫുള്ളായിട്ട് നിന്നു പോകുന്ന ഒരവസ്ഥ, അപ്പൊ അതുവരെ ഉണ്ടാകും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ. ഇനി എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ ഇതും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദ ഓൾഡ് ഏജ് ഓഫ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഹോൾസ് ട്രൂ ഹിയർ ഓൾസോ. ദെൻ ഏജ് ഓൾഡ് അഡേജ് ആണ് എന്ത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും ഇവിടെ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് habits such as smoking, taking drugs or alcohol are more likely to be taken up at a young age, more during adolescence. Hence, it is best to identify situations that may push the adolescent towards use of drugs or alcohol and to make remedial measures well in time. In this regard, the parents and teachers have a special responsibility. Parenting that combines with high levels of nurturance and consistent discipline has been associated with lowered risk of substances abuse. Some of the measures mentioned here would be particularly useful for prevention and control of alcohol and drug abuse among adolescents. അഡോളസൻസ് സമയത്താണ് ഈ ഇതുപോലെയുള്ള ആൽക്കഹോൾ, ഡ്രഗ്, അതുപോലെയുള്ള അബ്യൂസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക പാരന്റ്സിനും ടീച്ചേഴ്സിനാണ്. ഏതൊക്കെ സമയത്താണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇവർ ഇതിനൊക്കെ പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ പാരന്റ്സിനും ടീച്ചേഴ്സിനും പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പ്രിവെൻഷൻ അല്ലെങ്കിൽ കൺട്രോളിംഗ് മെഷേഴ്സ് എടുക്കേണ്ടത്. അവോയ്ഡ് undue peer pressure. Every child has his or her own choice and personality, which should be respected and nurtured. A child should not be pushed unduly to perform beyond his or her threshold limits, be it studies, സ്പോർട്സ് ഓർ അതർ ആക്ടിവിറ്റീസ്. അപ്പൊ നമുക്കറിയാം അക്കാഡമിക്സിലായാലും ഇപ്പൊ സ്പോർട്സ് അല്ലെങ്കിൽ അത്ലറ്റിക്സിലായാലും പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഒരു പ്രഷർ കൊടുക്കാതിരിക്കാം. അവരുടെ അക്കാഡമിക് എക്സലൻസില് അല്ലെങ്കിൽ ഇവരുടെ അത്ലറ്റിക് എക്സലൻസില് പ്രഷർ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് അവരുടെ ഡ്രഗ് യൂസിങ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, എഡ്യൂക്കേറ്റിംഗ് and counseling him or her to face problems and stresses and to accept disappointments and failures as a part of life. It would also be worthwhile to channelize the child's energy into healthy pursuits like sports, reading, music, yoga and other extracurricular activities. അതായത് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് അഡോളസൻസ് സമയത്തായാലും ഇങ്ങനെ അങ്ങോട്ടായാലും ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പൊ അതിങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ കൗൺസിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ് ഒക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരന്റ്സ് ആൻഡ് പിയേഴ്സ്. Help from parents and peers should be sought immediately so that they can guide appropriately. Help may even be sought from close and trusted friends. Besides getting proper advice to sort out their problems, this would help the young to vent their feelings of anxiety and guilt. അപ്പം ഈ നമ്മുടെ പാരന്റ്സിനോടും പിയേഴ്സും, നല്ല പാരന്റ്സും പിയേഴ്സും ഒക്കെ ആവുമ്പോൾ നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്താൽ തന്നെ ഇതുപോലുള്ള ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. Alert parents and teachers need to look for and
the danger signs discussed above. Even friends, if they find someone using the drugs or alcohol, should not hesitate to bring this to the notice of parents and teachers in the best interest of the person concerned. Appropriate measure would then be required to diagnose the malady and the underlying causes. This would help in initiating proper remedial steps or treatment. അതായത് ഇപ്പൊ ഡേഞ്ചർ സയൻസ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡേഞ്ചർ സയൻസ് അല്ലെങ്കിൽ സിംറ്റംസിനെ പറ്റിയിട്ട്. അത് നമ്മൾ ഇപ്പൊ ഫ്രണ്ട്സ് കാണുകയാണ്, പാരന്റ്സ് കാണുകയാണ്, ടീച്ചേഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ഇതുപോലുള്ള നമുക്ക് ഡ്രഗ് അബ്യൂസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും, അവർക്ക് പ്രോപ്പർ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. A lot of help is available in the form of highly qualified psychologists, psychiatrists, and de-addiction rehabilitation programs to help individuals who have unfortunately got in the quagmire of drug or alcohol abuse. With such help, the affected individual with sufficient efforts and willpower can get rid of the problem completely and lead a perfectual, normal and healthy life. അതായത് ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹെൽത്തി ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, ഡി അഡിക്ഷൻ സെന്റേഴ്സ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അബ്യൂസ് ഒക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ വന്നിട്ടുള്ള ആളുകളെ നമുക്ക് അതിൽ നിന്നും മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ പ്രൊഫഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പും ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിൽ ഉള്ളത്. അപ്പം അത് പ്രിവെന്റ് ചെയ്യാനുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പം അതിൽ സമ്മറി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത്. അപ്പം ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇപ്പോ ഇതുപോലെ ഡ്രഗ്സിന്റെ പേരുകൾ പഠിച്ചു വെക്കുക, അതെന്തിനൊക്കെ എഫക്ട് ചെയ്യണമെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇപ്പൊ പിയർ പ്രഷർ അങ്ങനെയുള്ളതൊക്കെ നോക്കി വെക്കുക. അതുപോലെ ഡിപ്പെൻഡൻസ് എന്താണ്, അഡിക്ഷൻ എന്താണ്, അപ്പൊ അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അഡോളസൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വീഴുന്നത്, അതെന്തുകൊണ്ടാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞത് 2 ഡിസീസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആ ഡിസീസ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിന്റെ പ്രിവെൻഷൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് പിന്നെ ഈ ഒരു ഡിസീസിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കോമൺ ഡിസീസസിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ടും അത് ഏതൊക്കെ കോസ്റ്റീവ് ഏജൻസ് ആരൊക്കെയാണ്, എങ്ങനെ ട്രീറ്റ്മെന്റ് നടത്താം, എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യാനുള്ളത്, അതൊക്കെയാണ് അതിന്ന് പഠിക്കേണ്ടത്. പിന്നീട് നമ്മൾ അലർജി, ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ പാസീവ് ഇമ്മ്യൂണൈസേഷൻ, പിന്നെ ഇമ്മ്യൂണിറ്റി തന്നെ 2 ടൈപ്പ്, അത് ഇതൊക്കെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ അതൊക്കെയും പഠിച്ചു വെക്കാം. ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഡിസീസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതായിരുന്നു. പ്ലാസ്മോഡിയത്തിന്റെ ആ ഒരു ലൈഫ് സൈക്കിൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. 2 വെക്ടേഴ്സ് വേണം പ്ലാസ്മോഡിയത്തിന് വളരണം എന്നുണ്ടെങ്കിൽ, ഒന്ന് ഹ്യൂമണും പിന്നെ ഒന്ന് മോസ്കിറ്റോയുമാണ്. 2 പേരുണ്ടെങ്കിലാണ് സൈക്കിൾ കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പം അങ്ങനെയുള്ളത്, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒരു സമ്മറി നോക്കാം. Health is not just the absence of disease, it is a state of complete physical, mental, social, psychological well-being. Disease like typhoid, cholera, pneumonia, fungal infections of skin, malaria, and many other are a major cause of distress to human beings. Vector-borne diseases like malaria, especially one caused by Plasmodium falciparum, if not treated, may prove fatal. Besides personal cleanliness and hygiene, public health measures like proper disposal of waste, decontamination of drinking water, control of vector-like mosquitoes, immunization are very helpful in preventing these diseases. Our immune system plays the major role in preventing these diseases when we are exposed to disease-causing agents. The innate defense of our body, like skin, mucous membrane, antimicrobial substances present in our tears, saliva, and phagocytosis cells help to block the entry of pathogens into our body. If the pathogens succeed in gaining entry into our body,
Specific antibodies and cells serve to kill these pathogens. Immune system has a memory. On subsequent exposure to same pathogen, the immune response is rapid and more intense. This forms the basis of protection afforded by vaccination and immunization. Among other diseases, AIDS and cancer kill a large number of individuals worldwide. AIDS caused by the human immunodeficiency virus is fatal but can be prevented if certain precautions are taken. Many cancers are curable if detected early and appropriate therapeutic measures are taken. Of late, drug and alcohol abuse among youth and adolescents is becoming another cause of concern because of the addictive nature of the alcohol and drug and their perceived benefits like relief from stress. A person may try taking these in the face of peer pressure, examination related and competition related stresses. In doing so, he or she may get addicted to them. Education about their harmful effects, counseling and seeking immediate professional and medical help would totally relieve the individual from these evils. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കാം. ഇതിൽ മെയിൻ ആയിട്ടും നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോംസ് ഉണ്ട്, അതിന്റെ എക്സ്പാൻഷൻസ് പഠിക്കണം. അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കിയൊക്കെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അപ്പൊ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ഈസിയർ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് വിട്ടുകളയാതെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.